നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഡിഷാണ്, പാലക് മഷ്റൂം കറി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മഷ്റൂം കറിക്ക് വേണ്ടിയിട്ടുള്ള പാലക്കിൻ്റെ പ്യൂരെ നമുക്ക് ആദ്യം തയ്യാറാക്കാം. ഞാനിവിടെ 200 ഗ്രാം പാലക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് 5 മിനിറ്റ് വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഉടനെ തന്നെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി എടുത്തതാണ്. ഇങ്ങനെ പാലക്ക് ഒരു 200 ഗ്രാം എടുത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് തിളച്ച വെള്ളത്തിലേക്ക് 5 മിനിറ്റ് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ പച്ചവെള്ളത്തിലേക്ക് മാറ്റി ഇങ്ങനെ വയ്ക്കുക. ഇത് 200 ഗ്രാമാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു പച്ചമുളകും ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇത്രയും നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. പാലക്ക് ഇതാ ഞാൻ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ നമുക്കിനി ബാക്കി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, ഒരു 3 ഗ്രാമ്പ്, പിന്നെ ഒരു ബ്ലാക്ക് കാർഡമം. അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ആദ്യം ചേർത്ത ഗ്രീൻ കാർഡമം, ഇത് ബ്ലാക്ക് കാർഡമം. അത് ചേർത്ത് കൊടുക്കാം. ഇനി അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3 മുതൽ 4 വരെ വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ഒരു വലിയ സവാള കുഞ്ഞായി നുറുക്കിയത് ഇതിലേക്ക് യോജിപ്പിച്ച് നല്ലോണം വഴറ്റിയെടുക്കും. ഈ വഴറ്റുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. സവാള നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇതുപോലെ കുഞ്ഞായി നുറുക്കിയതൂടെ ചേർക്കാം. ഇതും നല്ലപോലെ വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഇതിനോടൊപ്പം യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മേത്തി ലീവ്സ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും ഇതിനോടൊപ്പം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഷ്റൂം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 200 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകിയെടുക്കണം. നമ്മൾ മഷ്റൂം മേടിക്കുമ്പോൾ അതൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ മൈദാ മാവ് കലക്കിയെടുക്കുക, ഒരു 3-4 കപ്പ് വെള്ളത്തിൽ. എന്നിട്ട് ഈ മഷ്റൂം അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് ഇളക്കി കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ മാറിക്കിട്ടും. അങ്ങനെ കഴുകിയെടുത്ത മഷ്റൂമാണിത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്യാം. നമുക്കിതിലേക്ക് പാലക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം.
ആ ഗ്രേവിയുടെ കൂടെ ബാക്കി ഗ്രേവി കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരുമിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നല്ലപോലെ തിളക്കട്ടെ. നമ്മൾ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഉപ്പ് കുറവാണ്. നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് മഷ്റൂം കുക്കായോ എന്ന് നോക്കാം. മഷ്റൂമൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക് മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള പാലക് മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണിത്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഞാനിവിടെ ഇതിനോടൊപ്പം 2 കുൽച്ച നാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ നാനിൻ്റെ കൂടെയും അല്ല ചപ്പാത്തി, റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും തയ്യാറാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിന്ന് തയ്യാറാക്കിയ പാലക് മഷ്റൂം കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.